മോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ നന്ദനും ഋഷിയും കൂടെ പഴയ ശത്രുതയൊക്കെ മറന്ന് ഒന്നിച്ച് നിന്ന് പ്രകാശ് മേനോനിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും ഋഷിയെ നേരിട്ട് കണ്ടതോടുകൂടി നന്ദനാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ടെങ്കിലും പിന്നീട് ഋഷി തന്നെ എല്ലാ കാര്യങ്ങളും നന്ദനോട് പറയുന്നുണ്ട്. ആ സമയത്ത് നന്ദൻ ദേഷ്യത്തോടുകൂടി ഈ ഋഷിയെ തല്ലാനൊക്കെ ഒരുങ്ങുന്നുണ്ടെങ്കിലും പ്രകാശ് മേനോനും പ്രകാശ് മേനോൻ്റെ ഗുണ്ടകളും ചേർന്ന് നന്ദനെ ഋഷിയെയും പരസ്പരം തല്ലാതിരിക്കാൻ ഇങ്ങനെ ബലമായിട്ട് തന്നെ പിടിച്ചു നിർത്തുന്നുണ്ട്. പിന്നീട് ഋഷി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഞങ്ങൾ രണ്ടുപേരെയും ഇങ്ങനെ കൊടുന്ന് തടവിലാക്കിയേക്കണേ? ഇപ്പം ഞങ്ങളുടെ രണ്ടുപേരുടെയും വീട്ടുകാർ ഞങ്ങളെ കാണാതെ അന്വേഷിച്ചുകൊണ്ട് നടക്കുക. ഞങ്ങൾ ഇത്രയും ദിവസം വിചാരിച്ചിരുന്നത് നന്ദനെ തടവിലാക്കിയിരിക്കുന്നത് ചന്ദ്രോത്തുകാർ തന്നെയാണ്. പക്ഷേ സത്യങ്ങൾ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്തായാലും നിങ്ങൾക്ക് ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു ലക്ഷ്യമുണ്ട്, അതെന്താണെന്ന് ഞങ്ങളോടും കൂടി പറയാമെന്ന് പറയുമ്പം ഈ പ്രകാശ് മേനോൻ പറയുന്നുണ്ട്, അതൊക്കെ എന്തിനാ ഇപ്പം നിങ്ങളറിയണേ? എനിക്ക് പല ലക്ഷ്യങ്ങളും ഉണ്ടാവും. എന്തായാലും ശത്രുക്കളെ പരസ്പരം മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടേ ഞാൻ എൻ്റെ പ്രതികാരം ചെയ്യുള്ളൂ, അല്ലാതെ നിന്നെ പോലെ മറിഞ്ഞു നിന്ന് പ്രതികാരം ചെയ്യൂല. അന്നേരം ഋഷി പറയുന്നുണ്ട്, അതെന്തെങ്കിലും ആയിക്കോട്ടെ, എന്തിനാ ഞങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കണേന്ന് ചോദിക്കുമ്പം അത് നന്നായി, നീയല്ലേടാ ഒരു കുടുംബത്തെ മൊത്തം കുറേ നാളുകളായിട്ട് കണ്ണീര് കുടിപ്പിച്ചുകൊണ്ടിരിക്കണേ, എന്നിട്ട് നീയാണോ ഉപദ്രവത്തിൻ്റെ കാര്യം എന്നോട് പറയണേ? നിൻ്റെ അമ്മയും മോശക്കാരിയൊന്നും അല്ലല്ലോ, ചന്ദ്രോത്തുള്ളവരെ ഒരുപാട് ഉപദ്രവിച്ചിട്ടില്ലേ എന്ന് പറയുമ്പം നന്ദൻ പറയുന്നുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, അവർ ഞങ്ങളെ ഉപദ്രവിച്ചതിന് നീ എന്തിനാ ഞങ്ങളെ തടവിലാക്കിയേക്കണേ? അങ്ങനെയാണെങ്കിൽ നിനക്ക് ഋഷിയെ തടവിലാക്കിയ പോരെ, എന്നെയും ഇവിടെ നിർത്തിയേക്കണേ എന്തിനാന്ന് ചോദിക്കുമ്പം ഈ പ്രകാശ് മേനോനാണെങ്കിൽ ആദ്യം ഒന്ന് സംശയിക്കുന്നുണ്ടെങ്കിലും പിന്നീട് പറയുന്നുണ്ട്, അതിനൊക്കെ ഒരു കാരണമുണ്ട്. എന്തായാലും നീ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ നിൻ്റെ ജീവൻ അപകടത്തിലാണ്. നിന്നെ കാത്ത് ഇസബെല്ലയും കെവിനും ഉണ്ട്. അവർ ഏത് വിധേനയും നിന്നെ കണ്ടെത്തണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസബെല്ല പിന്നെ നിന്നെ ജീവനോടെ വയ്ക്കുമെന്ന് സംശയം. എന്തായാലും ഇനി അടുത്ത എൻ്റെ ഏര ഇസബെല്ലയും കെവിനുമാണ്. ആ സമയത്ത് ഋഷി ചോദിക്കുന്നുണ്ട്, അതിന് ഇസബെല്ലയും കെവിനും നിന്നെ എന്ത് ചെയ്തിട്ടാന്ന് ചോദിക്കുമ്പം അതൊക്കെ ഞാൻ അവരും കൂടി വന്നിട്ട് നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരാം. എന്തായാലും എന്നോട് ഇസബെല്ല ചെയ്ത ദ്രോഹം ഞാൻ ഒരിക്കലും മറക്കാൻ പോണില്ല. അവളെ നിങ്ങൾക്ക് ശരിക്കും അറിയാത്തതുകൊണ്ട് അവളൊരു സാധാരണ പെണ്ണൊന്നുമല്ല, പക മൂത്തവളാണ്. ആ സമയത്ത് ഋഷിയാണെങ്കിൽ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പം നന്ദൻ പറയുന്നുണ്ട്, എനിക്ക് ഇസബെല്ലയെ അറിയാം, ഇസബെല്ല എന്നോട് ചെയ്ത ദ്രോഹം അറിയാം എന്ന് വിചാരിച്ച് ഇസബെല്ല എന്നെ ദ്രോഹിച്ചതിന് നീ എന്തിനാ എന്നെ തടവിലാക്കിയേക്കണേ? എന്നെ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടണം, എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്തേക്ക് എത്തണം. അന്നേരം ഈ പ്രകാശ് മേനോൻ പറയുന്നുണ്ട്, അതിന് അമ്മയ്ക്കൊക്കെ അറിയാം നീ എവിടെയാണ്, അതുകൊണ്ട് നീ സമാധാനമായിട്ടിരിക്കുക, ഇനി നീ അതോർത്ത് ടെൻഷനാവുമൊന്നും വേണ്ടാന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതിനെയാണ്. പ്രഭാവതി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത് ഭാർഗവി അങ്ങോട്ട് വരുന്നുണ്ട്. ഭാർഗവി വന്നതും പ്രഭകുഞ്ഞെന്നും പറഞ്ഞ് വിളിക്കുമ്പോൾ ഭാർഗവി ആയിരുന്നോ, എന്താ ഭാർഗവി പ്രത്യേകിച്ച് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല പ്രഭകുഞ്ഞ് ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് ടെൻഷനാവുമല്ലേ, അതുകൊണ്ട് കുറച്ച് സമയം എന്തെങ്കിലും സംസാരിച്ചിരിക്കാമെന്ന് വിചാരിച്ചു വന്നതാ. പ്രഭകുഞ്ഞ് നന്ദൻ മോനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു വിവരമില്ല ഭാർഗവി. അന്വേഷണം ഒരു വഴിക്ക് നടക്കുന്നുണ്ടെന്നാണ് സിദ്ധുവും ഹരിയേട്ടനും ദേവികയും പറയുന്നത്. പക്ഷേ ഇതുവരെ നന്ദൻ എവിടെയാണെന്നുള്ളതിനെക്കുറിച്ച് ഒരു സൂചന പോലും കിട്ടിയിട്ടില്ല. അന്നേരം ഈ ഭാർഗവി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഒരു കാര്യത്തിൽ നമുക്ക് സമാധാനിക്കാലോ പ്രഭകുഞ്ഞ്, ആ ഋഷീനെ നന്ദമോൻ കൊന്നെന്നും പറഞ്ഞല്ലേ ആ ഇസബെല്ലയും കെവിനും ചേർന്ന് നന്ദമോനെയും പ്രഭകുഞ്ഞിനെയൊക്കെ ട്രാപ്പിലാക്കി ആ പ്ലാന്റിനൊക്കെ അനുമതി മേടിച്ചു കൊടുത്തത്. എന്തായാലും അത് കള്ളക്കളിയായിരുന്നു എന്ന് ഇപ്പോൾ തെളിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, അത് തെളിഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നന്ദനെ കൈ കിട്ടിയാലല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ഭാർഗവി പറയുന്നുണ്ട്, അതിന് ദേവികയൊക്കെ നല്ലോണം ശ്രമിക്കുന്നുണ്ട്, അധികം വൈകാതെ തന്നെ നന്ദനെ കടത്തിക്കൊണ്ട് പോയത് ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പോൾ പ്രകാശ് മേനോൻ പറഞ്ഞതുപോലെ അരുന്ധതിയാണോ മീരനെ കൊന്നതെന്ന് നമുക്ക് കണ്ടെത്തണം. അന്നേരം പ്രഭാവതി പറയുന്നുണ്ട്, എനിക്ക് ഉറപ്പുണ്ട് ആ അരുന്ധതി തന്നെയായിരിക്കും മീരയെ കൊന്നത്, എന്നെ കൊല്ലാൻ വേണ്ടി ആളെ വിട്ടപ്പം അറിയാതെ മീരയായി പോയതായിരിക്കുള്ളൂ. എന്തായാലും ഞാൻ ഇതിനൊക്കെ അവളോട് എണ്ണി കണക്ക് ചോദിക്കുന്നു. അന്നേരം ഭാർഗവി പറയുന്നുണ്ട്, കുഞ്ഞെടുത്ത് ചാടി അങ്ങോട്ട് പോകുകയൊന്നും ചെയ്യരുത് കേട്ടോ, അവരാണെങ്കിൽ എപ്പോഴും തോക്കുമായിട്ട് നടക്കുന്ന സ്ത്രീയാന്ന് പറയുമ്പം തോക്കുമായിട്ട് നടന്നു എന്ന് വിചാരിച്ചാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, അവൾ എന്നെ കൊല്ലുമായിരിക്കും, കൊന്നാലും പ്രശ്നമൊന്നുമില്ല, ഈ പ്രശ്നങ്ങൾ ഇതോടുകൂടി തീരണം, എൻ്റെ മക്കളുടെ ജീവിതം തകരാൻ പാടില്ല. അന്നേരം ഭാർഗവി പറയുന്നുണ്ട്, എന്തായാലും ശാരികയെ നമ്മളിൽ എല്ലാവരും കുറേ അധികം കുറ്റപ്പെടുത്തിയതല്ലേ, എന്നിട്ടിപ്പോൾ അവൾ കാരണമല്ലേ നമുക്ക് സത്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വയ്ക്കുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, അത് ഭാർഗവി പറഞ്ഞത് നേരാ, ശാരികയെ ഒരു സമയത്ത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു, അവളെ ഞാൻ ഒരുപാട് വഴക്കുറയൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ അവൾ കാരണം എനിക്കിപ്പോൾ നന്ദൻ നിരപരാധിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റിയത്. എന്നാലും ആ കെവിനും ഇസബെല്ലയും നന്ദമോനോടും പ്രഭകുഞ്ഞിനോടും ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ പ്രഭകുഞ്ഞെന്ന് ഭാർഗവി പറയുമ്പോൾ അതിന് ഞാൻ അവർക്ക് തിരിച്ചടി കൊടുക്കും, അവരെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എൻ്റെ മോൻ ആ ഋഷിയെ കൊന്നെന്നും പറഞ്ഞ് അവനെ എത്രമാത്രം അവർ ടോർച്ചർ ചെയ്തു, കുറേ ദിവസങ്ങളോളം നന്ദൻ ഉറക്കമില്ലാതെ ഇവിടെ കഴിഞ്ഞുകൂടിയത്, ശരിക്കും ഒരു ഡിപ്രഷൻ്റെ സ്റ്റേജിലായിരുന്നു നന്ദൻ. പിന്നീട്
അവസരം മുതലെടുത്ത് എന്നെയും നന്ദനെയും നിർബന്ധിച്ചിട്ട് ആ ദേവികേനെ കൊണ്ട് പ്ലാന്റിന് അനുമതി മേടിപ്പിച്ചത്. അതും അവരതിന് കോടികൾ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടാവും. അതെല്ലാം ഞാൻ അവരുടെ കയ്യിൽ നിന്ന് തിരികെ വാങ്ങും. അതുമാത്രമല്ല, രണ്ടെണ്ണത്തിനെ ഞാൻ വെറുതെ വിടാനും പോകുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം രണ്ടിനെ ഒന്ന് ചെന്ന് കാണാമെന്ന്. അന്നേരം ഭാർഗവി പറയുന്നുണ്ട്, എന്തായാലും പ്രഭകുഞ്ഞ് തൽക്കാലം ഇതൊന്നും ആരോടും പറയാൻ നിൽക്കണ്ട. ഋഷി മരിച്ചിട്ടില്ല എന്നുള്ള സത്യം നമുക്കറിയാമെന്ന് അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ എന്താ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. തൽക്കാലം അവരുടെ പ്ലാനൊക്കെ നടന്നു എന്ന് തന്നെ അവർ വിചാരിച്ചോട്ടെ. അന്നേരം പ്രഭാവതി പറയുന്നുണ്ട്, ദേവികയും സിദ്ധുവും അത് തന്നെ പറഞ്ഞ് അവർ തടഞ്ഞതുകൊണ്ടാണ് ഞാൻ അപ്പം തന്നെ ഇറങ്ങി പുറപ്പെടാതിരുന്നത്. അല്ലെങ്കിൽ ഞാൻ നേരെ അരുന്ധതിയുടെ വീട്ടിലോട്ട് ചെന്നേനെ. അവളുടെ മോൻ ജീവിച്ചിരുന്നിട്ട് അവളിവിടെ വന്ന് എത്ര പ്രശ്നം ഉണ്ടാക്കി. എന്നെ നന്ദനെയും ദേവികയൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞത്. എന്നിട്ട് ഇപ്പോൾ അവളുടെ മോനെ കാണാനും ഇല്ല. ആ സമയത്ത് ഭാർഗവി പറയുന്നുണ്ട്, എന്നാലും പ്രഭകുഞ്ഞ് ആ ഋഷീനെ ആരായിരിക്കോ തട്ടിക്കൊണ്ട് പോയെന്ന് വയ്ക്കുമ്പോൾ ഒന്നും അറിയില്ല ഭാർഗവി. ഇനിയിപ്പോൾ അരുന്ധതിയുടെ ശത്രുക്കളാണോ അതോ ആ ഇസബല്ലയും കെവിനും തന്നെയാണോ എന്നും അറിയില്ല. ആ സമയത്ത് ഭാർഗവി പറയുന്നുണ്ട്, എന്നാലും ആ ഇസബല്ലയും കെവിനും ഇത്ര വൃത്തികെട്ടവരായിരുന്നോ? നന്ദമോനെ ഈ രീതിയിൽ ചതിക്കാൻ അവർക്ക് എങ്ങനെ തോന്നിയെന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, അവർ സ്വത്തിനും പണത്തിനും വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. നന്ദനെ ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്തതുകൊണ്ടല്ലേ അന്ന് ആ പ്ലാന്റിന് അനുമതി കിട്ടിയത്. അതിൽ നിന്ന് അവർ കോടികൾ സമ്പാദിച്ചിട്ടും ഉണ്ടാവും. എന്തായാലും ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങട്ടെ, നന്ദൻ തിരികെ വരട്ടെ. എന്നിട്ട് വേണം എനിക്ക് ആ ഇസബല്ലേനെയും കെവിനെയും നേരിട്ടൊന്ന് കാണാൻ. അവരെ മാത്രമല്ല, എനിക്ക് ആ അരുന്ധതിയെ ഒന്ന് കാണണമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ എസ്തപ്പാൻ ചേട്ടനെയാണ്. എസ്തപ്പാൻ ചേട്ടനാണെങ്കിൽ അരുന്ധതിയുടെ വീട്ടിലേക്ക് വരാണ്. കോളിംഗ് ബെല്ലടിച്ചതും അരുന്ധതി വന്ന് ഡോറ് തുറക്കുമ്പം എസ്തപ്പാനെയാണ് കാണുന്നത്. എസ്തപ്പാനെ കണ്ടതും അരുന്ധതിക്കാണെങ്കിൽ ചെറിയൊരു പേടിയൊക്കെ ആവുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പം അതെന്ത് ചോദ്യം മേഡം, ഞങ്ങൾ അന്ന് വന്നപ്പോൾ ദേവികമോൾ ഒരു കാര്യം മേഡത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുവരെയും അതിനൊരു തീരുമാനമായില്ല. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വരണ്ടേന്ന് ചോദിക്കുമ്പം അതിന് എസ്തപ്പാനെ നിങ്ങൾ വിചാരിക്കും പോലൊന്നും അല്ല കാര്യങ്ങൾ. നന്ദൻ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞതും എസ്തപ്പാൻ പറയുന്നുണ്ട്, നിങ്ങൾക്കറിയാതെ പിന്നെ ആർക്കാ അറിയാവുന്നത്. എന്തായാലും മേഡത്തിന് അറിയാലോ, മേഡത്തിൻ്റെ മകൻ ഇപ്പോൾ എൻ്റെ കസ്റ്റഡിയിലാണെന്ന് പറയുമ്പം ഈ അരുന്ധതി പറയുന്നുണ്ട്, എസ്തപ്പാൻ എൻ്റെ മകനെ ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. അന്ന് നിങ്ങൾ ഋഷി ഫോൺ ചെയ്തതിൻ്റെ പേരിൽ ഋഷി ഉപദ്രവിച്ചോ എന്ന് ചോദിക്കുമ്പോൾ എസ്തപ്പാൻ പറയുന്നുണ്ട്, ഇല്ല മേഡം, ഞങ്ങളങ്ങനെ ഉപദ്രവിക്കുകയൊന്നുമില്ല. എന്തായാലും നന്ദമോനെ കിട്ടിക്കഴിഞ്ഞാൽ ഋഷിമോനെ നിങ്ങൾക്ക് തന്നെ തിരിച്ചു വരും. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ടാന്ന് പറയുമ്പം അരുന്ധതി പറയുന്നുണ്ട്, അതൊക്കെ നേരാ, പക്ഷേ എനിക്ക് നന്ദൻ എവിടെയാണെന്ന് അറിയില്ല. ഞാൻ ആ ഇസബല്ലേനെയും കെവിനെയും കണ്ടിരുന്നു. അവരോട് ചോദിച്ചിട്ട് അവർക്കും അറിയില്ല എന്നാണ് പറഞ്ഞത്. അന്നേരം എസ്തപ്പാൻ പറയുന്നുണ്ട്, ഈ ആ കെവിൻ എന്ന് പറയണവൻ എൻ്റെ വീട് അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതെന്തിനാ അങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്കറിയില്ല. എന്തായാലും എൻ്റെ കയ്യിൽ നിന്ന് കണക്കിന് മേടിച്ചിട്ടാണ് അവൻ പോകുന്നതെന്ന്. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, ഞാൻ എത്രയും പെട്ടെന്ന് നന്ദനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമെന്ന് നോക്കട്ടെ. നന്ദനെ കിട്ടണ വരെയും ഋഷിയെ ഉപദ്രവിക്കരുതട്ടോ എന്ന് പറയുമ്പം എസ്തപ്പാൻ പറയുന്നുണ്ട്, അതെന്ത് വർത്താനം മേഡം, ഞങ്ങളങ്ങനെ ഋഷിയെ ഉപദ്രവിക്കുമെന്ന് മേഡത്തിന് തോന്നുന്നുണ്ടോ? എത്രയും പെട്ടെന്ന് നന്ദനെ കിട്ടണോ അത്രയും വേഗം മേഡത്തിനും മേഡത്തിൻ്റെ മകനെയും തിരികെ കിട്ടും. അപ്പോൾ ഞാൻ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഈ എസ്തപ്പാൻ പോകുന്നുണ്ട്. എസ്തപ്പാൻ പോയി കഴിഞ്ഞതും വീണ്ടും ഈ അരുന്ധതി ആണെങ്കിൽ ഫോണെടുത്ത് കെവിനെ വിളിക്കുന്നുണ്ട്. കെവിൻ ഫോൺ എടുക്കാണ്ടാവുമ്പോൾ ഇവർ മനഃപൂർവ്വം എടുക്കാത്തതെന്ന് കരുതിയിട്ട് ഇസബല്ലേനെ വിളിക്കുന്നുണ്ട്. ഇതേസമയം ഇസബല്ലയും ഇസബല്ലയുടെ പാപ്പനും ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ പാപ്പൻ പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് നന്ദനോ ഋഷിയോ ആരെയെങ്കിലും ഒരാളെ കണ്ടെത്തണം, ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകും. ഇത്രയും നാളും നമ്മൾ വിചാരിച്ചിരുന്നത് പോലെ ചന്ദ്രോത്തുകാർ ഋഷിയെ നന്ദനെ ഒന്നും മാറ്റിയേക്കണതല്ല, ഇതിൻ്റെ പിന്നിൽ വേറെ ആരോ കളിക്കണേ, അയാൾ ആരാന്ന് കണ്ടെത്തണം എന്ന് പറയുമ്പോൾ ഇസബല്ല ചോദിക്കുന്നുണ്ട്, അത് ആരായിരിക്കും പാപ്പ, ചന്ദ്രോത്തുകാരുടെ ആരെങ്കിലും ശത്രുക്കളായിരിക്കും എന്ന് ചോദിക്കുമ്പം ചന്ദ്രോത്തുകാരുടെ ശത്രുക്കളാണെങ്കിൽ നന്ദനെ മാത്രമല്ലേ കടത്തിക്കൊണ്ട് പോകുള്ളൂ, ഇതിപ്പോൾ ഋഷിയെ കാണുന്നില്ലല്ലോ. ആ സമയത്ത് ഇസബല്ല ചോദിക്കുന്നുണ്ട്, പാപ്പൻ അന്വേഷിച്ചിട്ട് ഒരു വിവരവും കിട്ടിയില്ലേ എന്ന് ചോദിക്കുമ്പം അതല്ലേ അത്ഭുതം, ഞാൻ ഇത്രയും ദിവസം അന്വേഷിച്ചിട്ടും അതിനെക്കുറിച്ച് ഒരു തുമ്പ് പോലും കിട്ടിയില്ല. അപ്പോൾ പാപ്പനെയും മറികടക്കാൻ ശക്തിയുള്ള ആൾക്കാരാണോ ഇവരെ തട്ടിക്കൊണ്ടു പോയേക്കണേന്ന് ചോദിക്കുമ്പം അങ്ങനെ വേണം നമുക്ക് തീരുമാനിക്കാൻ. എന്തായാലും എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനമായില്ലെങ്കിൽ എൻ്റെ ജോലി വരെയും പോകുമെന്ന്. ആ സമയത്ത് ഇസബല്ല പറയുന്നുണ്ട്, ഇതിപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും വലിയ പ്രശ്നത്തിലേക്കാണല്ലോ കാര്യങ്ങൾ പോണത്. അന്ന് നന്ദനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നു എന്ന് പറയുമ്പം കുരുവിള പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞതല്ലേ, നന്ദൻ വിവാഹം കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കണ ആളാ, അയാളുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറാൻ നോക്കണ്ട, അതൊരിക്കലും നടക്കില്ല എന്ന്. അപ്പം നിനക്കല്ലായിരുന്ന വാശി നന്ദനെ നിനക്ക് തന്നെ വേണമെന്ന്. എന്നിട്ടിപ്പോൾ എന്തായി, നന്ദനെ കിട്ടിയോ, അത് മാത്രമാണോ ഇപ്പോൾ കേസും പ്രശ്നങ്ങളുമായിട്ട് നീയും അകത്ത് പോകാൻ പോവാന്ന്. അത് കേട്ടതും ഇസബല്ലയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, പാപ്പൻ എന്താ എന്നെ കുറ്റപ്പെടുത്തുകയാണെന്ന് ചോദിക്കുമ്പം കുറ്റപ്പെടുത്തിയതല്ല, കാര്യം പറഞ്ഞതാ. അന്ന് നന്ദനെ കോടതിയിൽ ഹാജരാക്കാൻ പോകാമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഈ ഋഷി ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ള സത്യം അവരോട് പറഞ്ഞാൽ മതിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നീ നന്ദനെ തട്ടിക്കൊണ്ടു പോകാൻ പ്ലാൻ ചെയ്തു. ഞാൻ വിചാരിച്ചത് നിൻ്റെ ആളുകളെ തട്ടിക്കൊണ്ടുപോയാണ്, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അവിടുന്ന് എന്തെങ്കിലും തെളിവ് ശേഖരിക്കായിരുന്നു. ഇതിപ്പോൾ ഒരു തെളിവും ഇല്ലാണ്ടായി. ഇനി നമ്മൾ നന്ദനെയും ഋഷിയെയും എവിടെ ചെന്ന് കണ്ടെത്തുമെന്ന്. പിന്നീട് ഇസബല്ല പറയുന്നുണ്ട്, ഇപ്പോൾ കെവിനെ കാണണില്ലല്ലോ പാപ്പാന്ന് ചോദിക്കുമ്പോൾ കെവിൻ എവിടെ പോയതാന്ന് ചോദിച്ചതും
കെവിനെ ഞാൻ ആ എസ്തപ്പാൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിരുന്നു. പക്ഷേ അവൻ പിന്നീട് എന്നെ വിളിക്കുമോ, ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുമോ, അതുപോലെ ഇങ്ങോട്ട് വരുമോ ഒന്നും ചെയ്തിട്ടില്ല. ഇനി അവനെ ആരെങ്കിലും കടത്തിക്കൊണ്ട് പോയി കാണുമെന്ന് ചോദിക്കുമ്പോൾ കുരുവിള പറയുന്നുണ്ട് അതിനും സാധ്യതയുണ്ട്. എന്തായാലും നമ്മളറിയാത്ത ഏതോ ഒരു ശത്രു നമുക്ക് ചുറ്റുമുണ്ട്, അത് നമ്മൾ സൂക്ഷിക്കണം. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മുരളീനെയാണ്. മുരളിയാണെങ്കിൽ വീട്ടിൽ വന്നതും ഗൗരി ചോദിക്കുന്നുണ്ട്, എന്തായി മുരളിയേട്ടാ, നന്ദനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ഇതുവരെ ഒരു വിവരമില്ല, പക്ഷേ അധികം വൈകാതെ എന്തെങ്കിലും വിവരം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയില ദേവികയൊക്കെ നിൽക്കണേന്ന് പറയുമ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട് എന്നാലും ആരായിരിക്കുമോ നന്ദനെ തട്ടിക്കൊണ്ടുപോയെന്ന്. ആ സമയത്ത് മുരളി പറയുന്നുണ്ട് അതാ ഇതുവരെ അറിയാത്തത്, ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ശത്രുക്കളാണോ എന്ന് സംശയമുണ്ട്. എനിക്കൊരു സംശയം ആ പ്രകാശ് മേനോനെയാന്ന് പറയുമ്പോൾ ഗൗരി പറയുന്നുണ്ട് അയാളൊന്നും ആയിരിക്കില്ല, അയാൾക്ക് ശരിക്കും മനംമാറ്റം വന്നതുപോലെ എനിക്ക് തോന്നണേന്ന് പറയുമ്പം അതൊന്നും ഉറപ്പിക്കാൻ പറ്റില്ല, അവൻ പക്കാ ക്രിമിനലാണ്, അവൻ എങ്ങനെ വേണമെങ്കിലും അഭിനയിക്കും. എന്തായാലും അധികം വൈകാതെ നമുക്ക് സത്യങ്ങൾ കണ്ടെത്താൻ പറ്റുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ശാരികേനെയാണ്. ശാരികയാണെങ്കിൽ കെവിനെ വിളിക്കുന്നുണ്ട്. കെവിൻ ഫോൺ എടുത്തതും എന്താ ശാരികയെന്ന് ചോദിക്കുമ്പം കെവിൻ ചേട്ടാ നന്ദേട്ടനെ കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടോ എന്ന് ചോദിക്കണം. ആ സമയത്ത് കെവിൻ പറയുന്നുണ്ട് ഇല്ല ശാരി, എനിക്കൊന്നും അറിയില്ല. ഇനിയിപ്പോൾ കെവിൻ ചേട്ടനെ അറിയാതെ ഇസബെല്ലെങ്ങാനും ആണോ നന്ദേട്ടനെ തട്ടിക്കൊണ്ട് പോയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ബെല്ലിയൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ നന്ദനും ഋഷി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഗുണ്ടകളൊന്നുമില്ല. അപ്പോൾ ഋഷി നന്ദനോട് പറയുന്നുണ്ട് ശരിക്കും ഈ പ്രകാശ് മേനോൻ ആരാ, എന്തിനാ നമ്മളിവിടെ തട്ടിക്കൊടുന്നേക്കണേന്ന് ചോദിക്കുമ്പം നന്ദൻ പറയുന്നുണ്ട് പ്രകാശ് മേനോൻ ഒരു കൊലക്കേസിൽ ജയിലിലായിരുന്നു, ഇപ്പോൾ പരോളിൽ ഇറങ്ങിയതാ, നമ്മളിവിടെ കൊണ്ടുവന്നേക്കണേ എന്തിനാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്നെ രക്ഷിക്കാനാണെന്നും പറഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്നേക്കണേ, പക്ഷേ എന്നെ രക്ഷിക്കാനൊന്നുമല്ല, അവൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്, മിക്കവാറും നമ്മളെ രണ്ടുപേരെയും കൊല്ലാനാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ആ സമയത്ത് ഋഷിയും പറയുന്നുണ്ട് എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നുണ്ട്, എന്തായാലും അയാൾ ഇനി വരട്ടെ, ഞാൻ അയാളോട് നേരിട്ട് തന്നെ ചോദിക്കുന്നുണ്ടെന്ന്. ഇവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് പ്രകാശ് മേനോനും അങ്ങോട്ട് വരുന്നുണ്ട്. പ്രകാശ് മേനോൻ വന്നതും രണ്ടുപേരും ഇപ്പോൾ കൂട്ടായോ, നിങ്ങളുടെ വഴക്കൊക്കെ തീർന്നു എന്ന് ചോദിക്കുമ്പം ഋഷി പറയുന്നുണ്ട് ഞങ്ങളുടെ വഴക്കൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങൾ എന്തിനാണ് ഞങ്ങളിപ്പോൾ ഇവിടെ കൊണ്ട് നിട്ടേക്കണേ, ഞങ്ങളിങ്ങനെ തടവിലാക്കിയിട്ട് നിങ്ങൾക്ക് എന്താ പ്രയോജനം എന്ന് ചോദിക്കുമ്പം അതാണോ നിങ്ങൾക്ക് പറയേണ്ടത്, എന്നാൽ ഞാൻ സത്യം എന്താണെന്ന് പറയാം, നിങ്ങൾ രണ്ടുപേരും എൻ്റെ ശത്രുക്കളാണ്, നിങ്ങളോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെയും കൂടി കൊണ്ടുവരുന്നത്. അന്നേരം നന്ദൻ ചോദിക്കുന്നുണ്ട് അതിന് ഞങ്ങൾ നിന്നെ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പം നിങ്ങൾ രണ്ടുപേരും എന്നെ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ നിങ്ങളുടെ അമ്മമാരുണ്ടല്ലോ ആ പ്രഭാവതി മേഡവും അരുന്ധതി മേഡവും അവർ രണ്ടുപേരും എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, അവർ കാരണം ഞാനിപ്പോൾ ജയിലിൽ കിടക്കേണ്ട വന്നതെന്നു. അത് കേട്ടതും ഈ ഋഷിയും നന്ദനും ഒന്നും മനസ്സിലാവാതെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ സമയത്ത് പ്രകാശ് മേനോൻ പറയുന്നുണ്ട് നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല അല്ലേ, ശത്രുക്കളെ രണ്ടുപേരെ നേർക്ക് നേരെ നിർത്തി എനിക്ക് പ്രതികാരം ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ പ്ലാനൊക്കെ ഒരുക്കിയത്, അതുകൊണ്ട് നിങ്ങൾക്കിനി ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അത് കേട്ടതും നന്ദനും ഋഷിയും ആകെ ഷോക്കായി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.